ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പ്രാഥമിക റിപ്പോർട്ടിൻ്റെ പൂർണ്ണ വിവരം ഇതുവരെ പുറത്തുവരാത്ത സാഹചര്യത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും ഇതിൽ കാണാത്തതിനാലുള്ള സൂചനയാണ് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയുമടക്കമുള്ള കുടുംബം കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും. അച്ഛൻ 2010 കൃഷിപീഠം നിർമ്മിക്കുകയും അവിടെയാണ് സാധാരണയായി അച്ഛൻ ധ്യാനത്തിലിരിക്കാറുള്ളതെന്നും അവിടെ തന്നെ ഇരുന്നാണ് അച്ഛൻ സമാധിയായതെന്നുമാണ് മക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ബന്ധുവാണെന്ന് പറഞ്ഞ് ബന്ധു പോലുമല്ലാത്ത ഒരാൾ വ്യക്തിപരമായുള്ള എതിർപ്പിനാലാണ് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതെന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. അച്ഛൻ്റേത് മഹാസമാധിയാണെന്നും അച്ഛൻ്റെ വാക്കനുസരിച്ചാണ് മറ്റുള്ളവരെ സമാധിയായത് കാണിക്കാത്തതുമെന്നാണ് മക്കൾ പറയുന്നത്. ഗോപൻ എന്ന മണിയൻ 1992 നടന്ന കലഹത്തിൽ ഒരു സ്ത്രീയടക്കം 7 പേരെ വെട്ടി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ഒളിച്ചോടുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത ആളായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമാധിയാകാൻ സാധ്യതയില്ലെന്നും അവർ പറയുന്നു. വർഷങ്ങളായി ഗോപൻ സ്വാമി മനസ്സിൽ കൊണ്ടു നടന്ന കാര്യമായിരുന്നു തനിക്ക് സമാധിയാകണമെന്നുള്ളത്. സമാധിയാകുമ്പോൾ ഇത്തരത്തിലായിരിക്കും സംഭവിക്കുക എന്നുള്ളതും കുടുംബത്തിനെ നേരത്തെ തന്നെ ഗോപൻ സ്വാമി അറിയിച്ചിരുന്നു എന്നാണ് കുടുംബം നിരന്തരമായി പറഞ്ഞത്. പലരും തന്നെ ഗോപൻ സ്വാമി നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നുള്ള കാര്യവും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ കരുവാളിച്ച പാടുകളുണ്ടെന്നും കൂടാതെ സ്വാമിയുടെ അവയവങ്ങളുടെ ടെസ്റ്റിൻ്റെ പൂർണ്ണ വിവരം ലഭിച്ചാലേ ഗോപൻ സ്വാമിയുടെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകും എന്നുള്ളതുമാണ് നിയമപാലകർ പറയുന്നത്. എന്നാൽ ഗോപൻ സ്വാമിയുടെ സഹോദരി തന്നെ ചേട്ടൻ വളരെ ചെറുപ്പമാകുമ്പോൾ തന്നെ സമാധിയാകണമെന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ് സഹോദരി പറയുന്നത്. കൂടാതെ ഗോപൻ സ്വാമിയുടെ മുത്തച്ഛനും ഇത്തരത്തിൽ സമാധിയായ ആളാണ് എന്നുള്ളതും അവർ വാർത്താമാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. ഇനിയുള്ള കാര്യം, ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെങ്കിലും ഗോപൻ സ്വാമി മരിച്ചതിന് ശേഷമാണ് വീട്ടുകാർ അത്തരത്തിൽ അവിടെ കൊണ്ടിരുത്തിയത് എന്നാണ് പലരും മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷേ ഇതിന് പൂർണ്ണമായ തെളിവ് ആർക്കും തന്നെ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് എങ്ങനെയെന്നാൽ നാട്ടുകാരിൽ പലരും തന്നെ പറയുന്നു അങ്ങോട്ട് ആരെയും തന്നെ കുടുംബം കടത്തിയിട്ടില്ല എന്നും ഗേറ്റ് പൂർണ്ണസമയവും പൂട്ടിക്കിടക്കലാണ് പതിവെന്നും ഗോപൻ സ്വാമിയുടെ സമാധിയിൽ സംഭവിച്ചത് എന്ത് എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരണം. എന്നാലും നാളെ മഹാസമാധിയായി ഗോപൻ സ്വാമിയെ വീണ്ടും സമാധിയിരുത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. ഇതിനിടയിൽ സമാധിയായ ഒരാളുടെ കല്ലറ പൊളിച്ച് വെറും സംശയത്തിൻ്റെ പേരിൽ സമാധിയുടെ പവിത്രത നഷ്ടപ്പെടുത്തിയതും പോരാഞ്ഞിട്ട് മഹാസമാധി ഒരുക്കുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് മുടക്കാനും നിരന്തരമായി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്.